ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കുവാൻ തരുന്നൊരു വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വചനമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു വസ്തു, ഏറ്റവും നിസ്സാരമായതും എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതും ഏറ്റവും നിസ്സാരമായതും എന്നാൽ എല്ലാ വീടുകളിലുമുള്ളതും എല്ലാവർക്കും ആവശ്യമുള്ളതും ആയ ഒരു ചെറിയ വസ്തു, ഏറ്റവും നിസ്സാരം, അതാണ് യേശുവെടുത്ത് സുവിശേഷത്തിൽ വാഴ്ത്തുന്നത്. നിങ്ങൾ ഉപ്പാണ്. ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറുതിലൂടെയും ഒരു നന്മ ഉളവാകുന്നുണ്ട്. ഏറ്റവും ചെറുതിലൂടെയും ഈശോ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഏറ്റവും എത്ര ചെറുതാണെങ്കിലും അതിന് ദൈവരാജ്യത്തെ രൂപപ്പെടുത്താൻ പറ്റും എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഈശോ ഈ ഉപമയെ എടുക്കുന്നത്. നിങ്ങൾ ഉപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപ്പായിട്ട് മാറുന്നുണ്ടോ? ഏറ്റവും ചെറുതാണ്, ഏറ്റവും നിസ്സാരമാണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ എത്ര വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം, എക്സ്പെൻസീവ് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. എക്സ്പെൻസീവ് ഫുഡ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നു. എക്സ്പെൻസീവ്, വളരെ വളരെ ആഘോഷമായിട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ ഏറ്റവും നിസ്സാരമായ ഈ ഉപ്പ് ഇല്ലെങ്കിൽ അതിന് രുചിയില്ല. അപ്പോൾ എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും അതിന് രുചി കൊടുക്കുന്നത്, എത്ര വിലയുള്ളതാണെങ്കിലും അതിന് രുചി കൊടുക്കുന്നത് ഈ നിസ്സാരമായതാണ്. നിസ്സാരമായതിന് വിലയുണ്ടെന്ന്, നിസ്സാരമായതിനെ ഉപേക്ഷിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം. എത്ര നിസ്സാരമായതാണെങ്കിലും അതിന് വിലയുണ്ട്. അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ എത്ര വലിയ വിശുദ്ധരാണ് ഉള്ളത്. 7 വിശുദ്ധരുടെ ജോലി ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ. എത്ര വലിയ വിശുദ്ധരുണ്ട്. പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ എന്ന് പറയുന്നത് കൊച്ചു ത്രേസ്യയാണ്. ഒരു ചെറിയവൾ. കണ്ടോ, എവിടെയെല്ലാം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വേല നടക്കുന്നുവോ അതെല്ലാം ഈ മധ്യസ്ഥയുടെ, ഈ വിശുദ്ധയുടെ കീഴിലാണ്, ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിലാണ്. അവളാണ് സ്വർഗീയ മധ്യസ്ഥ എല്ലാ സുവിശേഷ വേലയുടെയും. എന്നാൽ ഒരു മഠത്തിന് വെളിയിൽ പോയി ഒരു LP സ്കൂളിൽ പോലും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ചെറുതിന്, ഒരു പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവിടെ എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ചില നന്മകളുണ്ട്. നിങ്ങൾ ഉപ്പാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം, അത് എത്ര വലിയ എക്സ്പെൻസീവായ വിലയുള്ള ഭക്ഷണത്തോട് ചേരുമ്പോഴും ആ ഭക്ഷണത്തിന് രുചി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത, അത് രുചി കൊടുക്കുന്നു. അതാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ഓർക്ക് 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. വചനം പറയുന്നു, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അടുത്ത ഒരു വചനം, യേശു അവരുടെ കൂടെ നടന്നു, വചനം കൊടുത്തു. അവർക്ക് യേശുവിനെ ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ഹൃദയം മന്ദീഭവിച്ച ഹൃദയം ജ്വലിക്കുന്നു. യേശു വെറുതെ നടന്ന് അവരോട് വചനം പറയുന്നു. യേശുവാണെന്ന് പോലും അറിയില്ല. വചനം പറയുകയാ, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? ഇതാ
അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ രുചിയെ യേശു കൊടുക്കുകയാണ് യേശുവിൻ്റെ വാക്കുവഴി. കുറേ നാൾ മുമ്പ് ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് ചെന്നപ്പോൾ സിസ്റ്റേഴ്സിന് ഒരു സ്ഥാപനം ഉണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൽ പ്രായമായ അമ്മമാർ 10-60 പേരുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, അടുത്ത വീട്ടിലെ ഒരു റിട്ടയർഡാണ്, പ്രായമായിട്ടിരിക്കുകയാണ്. ഒരാൾ ഭാര്യ വടി കുത്തിപ്പിടിച്ചാണ്, ഭർത്താവ് വരുന്നു. ഇവർ 2 പേരും, ഭർത്താവ് കുടയൊക്കെ ചൂടി വെയിലുള്ള വഴിയാണ്, ഈ വെയിലുള്ള വഴിയിലൂടെ ഇവർ 2 പേരും വരികയാണ്. ഇവർ 2 പേരും വരുന്നത് ഈ സിസ്റ്റേഴ്സ് നടന്ന സ്ഥാപനത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ മദർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എല്ലാ ദിവസവും അവർ വരും. അവർ വന്ന് ഈ രോഗികളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും. ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ബൈബിൾ ഭാഗം വായിച്ചു കൊടുക്കും. ഇവിടെ അവരെ കൊണ്ട് കഴിയാവുന്നൊരു സാമ്പത്തിക സഹായം തരുന്നുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, അവരുടെ വീട്ടിൽ ജോലിക്കാരുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ചിലപ്പോൾ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഇല്ലെന്നറിഞ്ഞാൽ ആ അമ്മച്ചി, ആ വടിയും കുത്തിപ്പിടിച്ച് വരുന്ന അമ്മച്ചി അവിടെ വന്ന് ഞങ്ങൾക്ക് വെജിറ്റബിൾസ്, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് തരും. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ വീട്ടിൽ വേലക്കാരുണ്ട്, ഇവരുടെ വീട്ടിൽ മക്കൾ വിദേശത്താണ്, ഇവർക്ക് അവിടെ ഇരുന്ന് TV കാണുകയോ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അവർ 2 പേരും രാവിലെ കുർബാനയ്ക്ക് പോയിട്ട്, പള്ളി അടുത്താണ്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ സ്ഥാപനം. ഇവർ 2 പേരും ഈ വെയിലത്ത് കൂടെ കുടയും പിടിച്ച് ഈ വടിയും കുത്തിപ്പിടിച്ച് ഇവർ വരികയാണ്. എന്നിട്ട് വൈകുന്നേരം വരെ ഇവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത്, ഈ അമ്മമാർക്ക് എന്തെങ്കിലും, അവരുടെ വീട്ടിൽ വേലക്കാരൊക്കെ ഉണ്ട്, മക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് നോക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വീടൊക്കെ നോക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ വന്ന് സഹായിക്കുക. കണ്ടോ, അവരുടെ ആ ചെറു അവസ്ഥയിൽ നിന്ന്, അവരുടെ ആ ഇല്ലായ്മയിൽ നിന്ന്, അവരുടെ ആ അവസ്ഥയിൽ നിന്ന്, വാർദ്ധക്യത്തിൽ അവർക്ക് എങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിന് കുറച്ചുകൂടി നന്മ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ സാന്നിധ്യം മറ്റുള്ള ഒരാൾക്ക് രുചി പകരുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം മറ്റൊരാൾക്ക് നന്മ. ഞാൻ ആയിരിക്കുന്നിടങ്ങൾ വലിയ കാര്യം ചെയ്യണമെന്നല്ല, നമ്മൾ ആയിരിക്കുന്നിടങ്ങൾ ചിലപ്പോൾ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുപക്ഷെ കേൾക്കുന്നത് ഒരു വാർത്തയിലൂടെയാകാം. ഒരുപക്ഷെ എനിക്കവിടെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ വേദനിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഒരു നിമിഷമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഫലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വളരുക. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിൻ്റെ പ്രത്യേകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ടേസ്റ്റ് കൊടുക്കും. മറ്റൊരാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ടേസ്റ്റ് നമ്മളാൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സുവിശേഷം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. 2, നമുക്കറിയാം ഉപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതിനൊരു മെഡിക്കൽ എഫക്റ്റ് ഉണ്ട്. മെഡിസിനൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ പറയും തൊണ്ടവേദന എടുക്കുന്നു, പെട്ടെന്ന് ഡോക്ടേഴ്സ് പോലും പറയുന്നത് ഉപ്പ് വെള്ളം നിങ്ങൾ ഗാർഗിൾ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു രോഗി, ആ രോഗിയുടെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇന്ന മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ആ ഡോക്ടർ എഴുതിയിരിക്കുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു സ്പൂൺ ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട്, ആ ഉപ്പ് ഇട്ട വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആ ഉപ്പിട്ട്, ആ ഉപ്പ് വെള്ളം ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് അത് കുടിച്ചു തീർക്കുക. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് രോഗിയോട് ഡോക്ടേഴ്സ് കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പറയുന്നതാണ്. അതിനൊരു മെഡിക്കൽ എഫക്റ്റ് ഉണ്ട് അല്ലേ? വചനം പറയുന്നുണ്ട്, 1 പത്രോസ് 2:24, അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്നത് സൗഖ്യം കൊടുക്കുക എന്നതാണ്. ഞാൻ സൗഖ്യം കൊടുക്കുന്നു. എൻ്റെ അടുത്ത് മുറിവേറ്റവരുണ്ട്. ഈ മുറിവേറ്റവർക്ക് എൻ്റെ ഒരു വാക്ക് ഞാൻ സൗഖ്യം കൊടുത്തുന്നുണ്ടോ? ഈശോ സൗഖ്യപ്പെടുത്തി അല്ലേ? ഈശോയുടെ ഈ ബൈബിളിൽ കാണുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്നത് ഈശോ സുഖപ്പെടുത്തുന്നവനാണ് എന്നതാണ്. ആ സുഖപ്പെടുത്തുന്നത് അത് മാനസികമാകാം, ശാരീരികമാകാം. ഈ സൗഖ്യം എന്നിലൂടെ ഈ സൗഖ്യം കിട്ടുന്നുണ്ടോ? എന്നിലൂടെ ഇപ്പോൾ ഉദാഹരണത്തിന്
ഉദാഹരണത്തിന് ഒരു വലിയ ഭാരവുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്നൊരു ഭർത്താവ്, എൻ്റെ വാക്ക്, എൻ്റെ സാമീപ്യം അദ്ദേഹത്തിൻ്റെ മുറിവ് ഉണക്കുന്നുണ്ടോ? നമ്മളിന്ന് മുറിവുകൾ കൂട്ടുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്ന ഇടമെന്ന് പറയുന്നത് വീടിൻ്റെ അകത്തളങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് വീടിനുള്ളിലാണ്. എന്നാൽ അത് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബം അത് സൗഖ്യപ്പെടുത്തുന്ന ഇടമായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ കുടുംബം ഒരു സൗഖ്യം നൽകുന്ന ഇടമാണോ? എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകുന്ന ഇടമാണോ എൻ്റെ കുടുംബം? അതാണ് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ സഭ ഒരു ആതുരാലയമാണ്. ചർച്ച് ഈസ് എ ഹോസ്പിറ്റൽ. ഒരുപാട് പേര് മുറിവേറ്റവരുണ്ട്. അവിടെ സൗഖ്യം കൊടുക്കുക എന്നതാണ്. അവിടെ സൗഖ്യം കൊടുക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കായിരിക്കാം, നമ്മൾ പറയുന്ന ഒരു ആശ്വാസവാക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിയോ ആകാം. അവർക്ക് കിട്ടുന്ന ആശ്വാസം വലുതാണ്, അവർക്ക് കിട്ടുന്ന ആവശ്യം. അപ്പം ഞാൻ സൗഖ്യപ്പെടുത്തലിൻ്റെ ഒരു സാന്നിധ്യമാകണം. ചിലപ്പോൾ സാരമില്ല, പോട്ടെ, അത് ശരിയാകും എന്ന് പറയുന്നതാണ്. നമ്മൾ അതിനു പകരം കുറ്റപ്പെടുത്തുന്നു, അതിനു പകരം പഴിചാരുന്നു, അതിനു പകരം നമ്മൾ പ്രിയപ്പെട്ടവരെ വിമർശിക്കുന്നു. നമ്മൾ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കി നമ്മളെത്തുന്നു. പക്ഷേ അതിനവിടെ ഈശോ അതല്ല. എത്ര പെട്ടെന്നാണ് യേശുവിൻ്റെ അടുത്ത് അവർക്ക് സൗഖ്യം കിട്ടുന്നത്. ഒരു പെണ്ണിനെ കല്ലെറിയാൻ കൊണ്ടുവരുമ്പോൾ അവൻ എത്ര പെട്ടെന്നാണ് അവളുടെ ഉള്ളിൽ സൗഖ്യത്തിൻ്റെ കാരണമാകുന്നത്. അവൾ ആരുടെയും മുമ്പിൽ അപമാനിതയാകരുത്, അവൾ ആരാലും മുറിവേൽക്കരുത്. എത്ര നിർബന്ധ ബുദ്ധിയായ യേശുവിന്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഉപ്പാവുക. നിങ്ങൾ അല്ലേ, ഉപ്പ് അത്ര വലിയ മെഡിസിനൊന്നുമല്ല. ഇപ്പം ഞാൻ ഒരു രോഗത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ചിലപ്പോൾ ഞാനൊരു വലിയ ENT പോയി കാണുന്നു, എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വോയിസിന് പ്രശ്നം ഉണ്ടാകുന്നു, ഞാൻ വലിയൊരു ENT പോയി കാണുന്നു. ഓക്കെ, ആ ENT സ്പെഷ്യലിസ്റ്റാണ്, അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അദ്ദേഹം എക്സ്പെൻസീവായിട്ടുള്ള മെഡിസിൻ തരുന്നു. എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റിലൂടെ, സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിലൂടെ ഞാൻ പോകുന്നു. ഓക്കെ, ഇതെല്ലാം നടക്കുമ്പോഴും ഇതെല്ലാം അയാൾക്ക് സൗഖ്യത്തിന് കാരണമാവുന്നുണ്ട്. സ്റ്റിൽ അതേ ഡോക്ടർ, ഇത്ര എക്സ്പെൻസീവായ മെഡിസിൻ തരുന്ന, ഇത്ര എക്സ്പെൻസീവായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ പറയുന്നു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉപ്പ് വെള്ളത്തിൽ ഒന്ന് ഗാർഗിൾ ചെയ്യണം. കണ്ടോ, അവിടെയും നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിന് കാരണമെന്നല്ല, അതിനെക്കൊണ്ട് കഴിയാവുന്നത് സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്നു. അതിനെക്കൊണ്ട് കഴിയാവുന്നത്, ആ ഉപ്പിനെ കൊണ്ട് കഴിയാവുന്നത് സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്കെല്ലാവർക്കുമുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തിനുള്ള ധർമ്മം. ഇതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാന്നിധ്യം. ഇതാണ് കൊണ്ടുവരേണ്ടത്. എന്നെക്കൊണ്ട് കഴിയാവുന്നൊരു സൗഖ്യം ഞാൻ കൊടുക്കുക. ഒരു പക്ഷെ ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു വ്യക്തിക്ക് രോഗിയാണെന്ന് കേട്ടു. എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഞാൻ കേൾക്കുകയാണ് ഈ ഒരു കാര്യം. എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ആ വ്യക്തിയുടെ വേദനയെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ അതുവഴിയായിരിക്കാം, പ്രാർത്ഥന വഴി ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു വാർത്തയായിട്ട് പോകുന്നുണ്ടോ? ഒരു വെറും വാർത്ത, കേട്ടൊരു വാർത്തയായിട്ട് പോകുന്നു. കേട്ടു, വാർത്ത, അത് സംസാര വിഷയമാക്കി. അതിനപ്പുറത്ത് എനിക്കെന്ത് ചെയ്യാനുണ്ട്? ആ വ്യക്തിയുടെ രോഗത്തിൽ, ആ വ്യക്തിയുടെ പ്രശ്നത്തിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട്? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാറ്റാൻ പറ്റുമെന്നല്ല, അവരുടെ എല്ലാ പ്രശ്നത്തിനും എനിക്ക് ഉത്തരം നൽകാൻ പറ്റുമെന്നല്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നുണ്ടോ? എനിക്കെങ്ങനെ സൗഖ്യപ്പെടുത്താൻ പറ്റും? എനിക്കെങ്ങനെ സൗഖ്യം കൊടുക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ മുറിവിൽ, വേദനയിൽ എനിക്കെങ്ങനെ സൗഖ്യം കൊടുക്കാൻ പറ്റും? ഈ ചോദ്യം പ്രിയപ്പെട്ടവർ നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കൃപയിലേക്ക് വരും. ഞാൻ സൗഖ്യപ്പെടുന്ന വാക്ക്, സൗഖ്യത്തിൻ്റെ പ്രവൃത്തി എന്നിലൂടെ സംഭവിക്കും, സൗഖ്യത്തിൻ്റെ പ്രവൃത്തി എന്നിലൂടെ നടക്കും.
എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ സൗഖ്യത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? ഇത് രണ്ടാമത് ചോദിക്കേണ്ട ഒരു ചോദ്യം. മൂന്നാമത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. വചനത്തിൽ വായിക്കുന്നൊരു കാര്യം നമുക്കറിയാം. ഈ നമ്മൾ ചിലർ പറയും അല്ലേ, ചിലർ പറയും ഈ ഉപ്പിട്ട് പല്ല് തേക്കുക എന്ന് വെച്ചാൽ അത് ക്ലിയർ ആകാൻ, ഇറ്റ് വിൽ ക്ലീൻ. അപ്പോൾ ഉപ്പിന് പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അല്ലേ. പണ്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ഡിറ്റർജൻറ്റ്, ഒരുപാട് ഡിഷ് വാഷൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഡിഷ് വാഷ് അല്ലെങ്കിൽ പ്ലേറ്റ് വാഷ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ് ഒരുപാട് ലഭ്യമാണ്. എന്നാൽ പണ്ടൊക്കെ അമ്മമാർ ഈ ചാരവും ഉപ്പും ഒക്കെ ഇട്ട് പാത്രം കഴുകുമായിരുന്നു. അതിൻ്റെ കാരണം എന്താ? ഇറ്റ് ഹാസ് ദ പവർ ടു പ്യൂരിഫൈ. അതിന് വിശുദ്ധീകരിക്കാനുള്ള ഒരു ഘടകമുണ്ട്. അത് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. ഇവിടെ ഈശോ പറയുന്നൊരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17 ഈശോ പറയുന്ന വചനം, നമ്മൾ ആ വചനം ഒന്ന് ധ്യാനിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 17:19 അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, യേശുവിനെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ? യേശു പൂർണ്ണ ദൈവമാണ്. യേശുവിന് വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ യേശു ഇത് മുഴുവനും എടുത്തത്, യേശു കുരിശിൽ, യേശു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വഭാവവും എടുത്തത്, അല്ലെങ്കിൽ മനുഷ്യസ്വഭാവം സ്വീകരിച്ചത്. യേശു മനുഷ്യൻ്റെ സ്വഭാവം സ്വീകരിച്ച് ഒരു മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും ദാരുണമായ പീഡകളിലൂടെ യേശു കടന്നു പോയത് എന്താണ്? യേശു ചെയ്തത് ഇതാണ്. അതിലൂടെ യേശു വിശുദ്ധീകരിക്കുക. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പം വിശുദ്ധീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 1:7 പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ വിശുദ്ധീകരിക്കുന്നു അല്ലേ. സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധീകരിക്കുക, ടു പ്യൂരിഫൈ അല്ലേ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ. അപ്പം വിശുദ്ധീകരിക്കുന്നതാണ് അല്ലേ, വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പം വിശുദ്ധീകരിക്കുന്ന സഭ കൂദാശകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ അല്ലെങ്കിൽ മറ്റു കൂദാശകളിലൂടെ സഭ നമ്മെ വിശുദ്ധീകരിക്കുന്നു. അപ്പം വിശുദ്ധീകരിക്കുക എന്നത് പ്രിയപ്പെട്ടവരെ ലക്ഷ്യമാണ്. വിശുദ്ധീകരിക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്, ഞാൻ എൻ്റെ കൂടെയുള്ളവരെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണോ? വിശുദ്ധീകരിക്കുന്നൊരു സാന്നിധ്യമായിട്ട് ഞാൻ മാറുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ എൻ്റെ കുടുംബത്തിലോ എൻ്റെ പ്രിയപ്പെട്ടവരിലോ ഒരു തെറ്റ് ഞാൻ കാണുമ്പോൾ, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മേഖല ഞാൻ കാണുമ്പോൾ, ഞാൻ എന്ത് നിലപാടെടുക്കുന്നു? എനിക്ക് കുറ്റം പറയാം, എനിക്ക് വിമർശിക്കാം. ഓർക്കുക, ഇതിലൂടെയല്ല, വിമർശിക്കപ്പെടുന്നതിലൂടെ, കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇന്നോളം ഒന്നും വളർന്നിട്ടില്ല. ഇന്നോളം ഒന്നും മാനസാന്തരത്തിലേക്ക് വന്നിട്ടില്ല. ഇന്നോളം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തിയത് കൊണ്ട്, ഞാൻ വിമർശിച്ചത് കൊണ്ട് ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ കാണുകയാണ്, ഒരു പക്ഷേ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മേഖല എൻ്റെ കുടുംബത്തിലുണ്ട്, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മേഖല സഭയിലുണ്ട്, വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖല പൗരോഹിത്യത്തിലുണ്ട്. ഒരു കാര്യം, ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു പക്ഷേ എൻ്റെ സഭയെക്കുറിച്ച് മോശമായൊരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തെക്കുറിച്ച് മോശമായൊരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയെക്കുറിച്ച് മോശമായൊരു കാര്യം കേൾക്കുമ്പോൾ, ഒരു പക്ഷേ ആ വ്യക്തി അല്ലെങ്കിൽ ആ പ്രവൃത്തി, ആ മോശം പ്രവൃത്തി അവിടെയുണ്ട്. അതിനെ ന്യായീകരിക്കണമെന്നല്ല, എന്നാൽ അതിനെ വിമർശിക്കണമെന്നുമല്ല. അതിനു വേണ്ടി, അത് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ
എന്ത് ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കുന്നു, ഞാൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, സഭയിലും കുടുംബങ്ങളിലും ലോകത്തിലും ഒരുപാട് കാര്യങ്ങൾ. ഇതാ അവർക്ക് വേണ്ടി ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഉപ്പാണ് എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് വിശുദ്ധീകരിക്കുന്നതാണ്. അത് വിശുദ്ധീകരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധീകരിക്കുന്ന ഒന്നായി ഞാൻ മാറുക എന്ന ഈ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. അടുത്തത് ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവന്ന് പോകുമെന്നറിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മീൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചിരുന്നത് ഉപ്പിലിട്ടാണ്. അത് കേടാകില്ല, അത് കേടുവരില്ല എന്നതാണ്. അതിൽ കേടുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇത്ര ഇതായിട്ട് നമുക്കറിയാം. നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കുറച്ച് നേരം അത് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്? അതിൻ്റെ കാരണം എന്തെങ്കിലും വിഷാംശങ്ങൾ അതിലുണ്ടെങ്കിൽ അത് മാറിപ്പോകും. അപ്പോൾ അത് വിശുദ്ധീകരിക്കുന്നു. 2, നമുക്കറിയാം അത് മാങ്ങ അല്ലെങ്കിൽ ഫിഷ്, മത്സ്യം, ഇത് നമ്മൾ ഉപ്പിലിടുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ലക്ഷ്യം അത് സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ്. അത് കേടിൽ നിന്ന് സംരക്ഷിക്കുന്നു, എല്ലാ തിന്മയിൽ നിന്ന്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ലോകത്തിൽ നിന്ന് അവിടെ അങ്ങ് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംരക്ഷിക്കുക, വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് വേലി കെട്ടും, ഒരു മർദ്ദകനും ഇനി അവരെ തൊടില്ല എന്ന് വെച്ചാൽ ദൈവം തൻ്റെ ബലിയാൽ വേലി കെട്ടുകയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ സംരക്ഷിക്കണം? എൻ്റെ പ്രാർത്ഥന വഴി, എൻ്റെ ത്യാഗം വഴി, എൻ്റെ സ്നേഹം വഴി ഞാൻ സംരക്ഷിക്കേണ്ട വ്യക്തിയാണ്. സംരക്ഷിക്കുക, കേടുവരാതെ ഓർക്കുക. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു, അല്ലേ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഞാൻ വാതിലാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഈ വാതിലിനെ കടക്കാതെ ഈ ആടുകളെ ആർക്കും തൊടാൻ പറ്റില്ല. ഈ ആടുകളെ എന്ന് വെച്ചാൽ ഞാൻ വാതിലായിട്ട് മാറുകയാണ്, ഞാൻ സംരക്ഷിക്കുന്ന സാന്നിധ്യമായിട്ട് മാറുകയാണ് എൻ്റെ ആടുകളുടെ അടുത്ത്. ഇതാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പോലും അങ്ങനെയാണ്. ജെറുസലേം, പ്രവാചകന്മാരെ കല്ലെറിയുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കൊല്ലുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ നോക്കാൻ എത്രയോ ശ്രമിച്ചു. കണ്ടോ, ഈശോ വാതിലാണെന്ന് പറയുമ്പോൾ, ഈശോ പിടക്കോഴി കുഞ്ഞുങ്ങളെ നോക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ നോക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, അവിടെ എല്ലാം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഈ സംരക്ഷണമാണ്. അപ്പോൾ കേടുവരാതെ, നശിക്കാതെ സംരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന കുടുംബനാഥൻ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകനാണ്, അല്ലേ? തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിട്ടാണ് ജോസഫ് ആ രാത്രി പറയുക, നീ കുടുംബത്തെയുമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നു. സംരക്ഷിക്കപ്പെട്ടത് ഈ മനുഷ്യൻ ദൈവസ്വരത്തെ അണുവിട തെറ്റാതെ അനുസരിച്ചപ്പോഴാണ് കുടുംബം സംരക്ഷിക്കപ്പെട്ടത്. ജോസഫ് എന്ന മനുഷ്യൻ ദൈവസ്വരത്തെ അണുവിട തെറ്റാതെ അനുസരിച്ചപ്പോൾ തിരുക്കുടുംബം സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു കുടുംബനാഥൻ ചെയ്യേണ്ടത് എന്താ? എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കുടുംബനാഥൻ ആദ്യം ചെയ്യേണ്ടത് അണുവിട തെറ്റാതെ ദൈവത്തിൻ്റെ സ്വരത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ അനുസരിക്കുക. ഇതാണ് സംരക്ഷിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ, സംരക്ഷിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിച്ചത്, ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉപ്പാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നാമത് ചിന്തിക്കേണ്ടത്, ഞാൻ ഒരു നിസ്സാരനാണ്, ഞാൻ വളരെ ചെറിയൊരു വ്യക്തിയാണ്, എനിക്ക് ഒന്നും സാധ്യമല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്.
മറിച്ച് എന്നെപ്പോലും, ഏറ്റവും ചെറുതിനെപ്പോലും വാഴ്ത്തുകയാണ് സുവിശേഷം. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഞാൻ രുചി പകരുന്ന സാന്നിധ്യമാണോ? ഞാൻ മുറിവുണക്കുന്ന സാന്നിധ്യമാണോ? മുറിവുണക്കുന്നതാണോ എൻ്റെ പ്രവൃത്തി? ഞാൻ വിശുദ്ധീകരിക്കുന്നതാണോ? ഞാൻ സംരക്ഷിക്കുന്നതാണോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ കാര്യങ്ങൾ, ഒന്ന് രുചി പകരുക, സൗഖ്യപ്പെടുത്തുക, വിശുദ്ധീകരിക്കുക, സംരക്ഷിക്കുക. നമുക്ക് ഈ ദിവസത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം ഇങ്ങനെയാണ്: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വചനം നമുക്ക് ആവർത്തിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമുക്ക് ഈ ആരാധനയിൽ ഈ ഒരു കൃപ നമ്മിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാധിരാജാവിന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാധിരാജാവിന് ആരാധന. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിയിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിയിടും സൈന്യത്തിൻ നായകന് ആരാധന. മേഘത്തുണ തണലായ അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. മേഘത്തുണை തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാധിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരനാം ദൈവം. അവൻ വീടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്ന വചനം ഇതായിരുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈശോ പഠിപ്പിക്കുകയാണ്. മത്തായി 5:13-16 അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇതാ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. എന്നിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ ദൈവമഹത്വം സംഭവിക്കണം. ഇത് ദൈവപിതാവിൻ്റെ ആഗ്രഹമാണ്, ഇത് യേശുവിൻ്റെ ആഗ്രഹമാണ്. നിന്നെ ഏത് ജീവിത സാഹചര്യത്തിൽ ദൈവം നിർത്തിയിട്ടുണ്ടോ, നിന്നെ ഏത് ജീവിത സാഹചര്യത്തിൽ യേശു നിർത്തിയിട്ടുണ്ടോ, ആ സാഹചര്യത്തിലൂടെ യേശു ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇത്ര മാത്രമാണ്: നിന്നിലൂടെ ദൈവമഹത്വം സംഭവിക്കണം. ഞാൻ എന്ന വ്യക്തിയിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെ ദൈവമഹത്വം സംഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമഹത്വം എന്നിലൂടെ സംഭവിക്കുന്നുണ്ടോ? ഈശോയുടെ കരങ്ങളിലേക്ക്. ദൈവം ഭരിക്കുമ്പോഴാണ് ഒരു കുടുംബം വഴി ദൈവമഹത്വം സംഭവിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ഭരണം ദൈവം ഏറ്റെടുക്കുമ്പോഴാണ്. ഒരു ദാമ്പത്യ ജീവിതം വഴി ദൈവത്തിൻ്റെ മഹത്വം സംഭവിക്കുന്നത്. ഇതാ, ആ ദാമ്പത്യ ജീവിതത്തെ ദൈവം ഏറ്റെടുക്കുമ്പോഴാണ്. ഒരു പ്രശ്നത്തിൽ ദൈവമഹത്വം സംഭവിക്കുന്നത്. ആ പ്രശ്നത്തെ ദൈവകരത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുമ്പോഴാണ്. ഇതാ, നമ്മൾ ഓർക്കുക, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദൈവമഹത്വം യേശുവായിരുന്നു. എപ്പോഴാണ് യേശുവെന്ന ദൈവമഹത്വം, യേശുവെന്ന പ്രകാശം ലോകത്തിൽ പ്രകാശിച്ചത്? അവിടെ ജോസഫ്, മറിയം എന്ന് പറയുന്ന 2 പേർ, അവർ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിൽ നിന്നപ്പോൾ അവർ വഴി ലോകം മുഴുവനും പ്രകാശം വരുന്നു. അവർ വഴി ലോകം മുഴുവനും ദൈവമഹത്വം ദർശിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം വഴി ദൈവമഹത്വം സംഭവിക്കും. ഒരു നിമിഷം നമുക്ക് 2 കരങ്ങളും ഉയർത്തി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഞാൻ വഴി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ വഴി ഉണ്ടാകുവാൻ, ദൈവം മഹത്വപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ കൃപയായി നിറയണമേ ഈശോയേ. 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 പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം എന്തെന്നാൽ: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ആധിപത്യം, എന്ത് കാര്യത്തിൻ്റെയും ആധിപത്യം അവൻ്റെ ചുമലിലാണ്. അപ്പോൾ
ഞാൻ യേശുവിനോട് എന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആധിപത്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ആധിപത്യം അവൻ്റെ ചുമലിലാണ് എന്ന വചനം നമുക്ക് അഭിഷേകമായിട്ട് മാറട്ടെ. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്. ഇന്ന് നമുക്ക് ഏറ്റവും വലിയ അപകടം എന്ത് തീരുമാനമെടുക്കണം, എന്ത് ഡിസിഷൻ എടുക്കണം. വചനം പറയുകയാണ്, അവൻ വിസ്മയനായ ഉപദേഷ്ടാവാണ്, ശക്തനായ ദൈവം. എന്ന് വെച്ചാൽ അവന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു ശക്തിയും അവൻ്റെ മുകളിലില്ല. അവൻ ശക്തനായ ദൈവമാണ്. വചനം പറയുന്നു, നിത്യനായ പിതാവ്. ഒരിക്കലും മാറില്ല. ഒരിക്കലും മാറാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ്. അവൻ നമ്മളെ നയിക്കുന്നത് സമാധാനത്തിലേക്കാണ്. ഈ വചനം യെശയ്യാ 9:6 ഈശോയെ അഭിഷേകമായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾ കണ്ടു 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോകുന്നു. വചനം പറയുന്നുണ്ട്, അവരുടെ ഹൃദയം മന്ദീഭവിച്ചവർ. എന്നാൽ അവൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നു, നമ്മളുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ചു, വളരെ ചെറുതാണ് ഉപ്പെന്ന വസ്തു. എന്നാൽ ഈശോ അതിനെ എടുത്ത് ഉപയോഗിക്കുക. നീ ഉപ്പാണ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയ കാര്യത്തിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം, എത്ര ചെറിയ കാര്യത്തിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നു. അതിനാൽ ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ നന്മ പോലും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ നന്മ പോലും ദൈവിക രക്ഷയ്ക്ക് കാരണമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് ആശ്വാസമായിരുന്നു. ഇതാ നമ്മുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ, ഞാനെന്ന സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന സാന്നിധ്യമാണോ? എൻ്റെ സാന്നിധ്യം മറ്റൊരാളെ വിശുദ്ധിയിലേക്ക്, സ്നേഹത്തിലേക്ക് നയിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഉപ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനിച്ചു, അത് എന്ത് ഭക്ഷണത്തോട് ചേരുന്നുവോ അതിനെ, ആ ഭക്ഷണത്തെ രുചിയുള്ളതാക്കുന്നു. ഇറ്റ് ഗീവ്സ് ടേസ്റ്റ്, ദാറ്റ് ഫുഡ് ബിക്കം ഡിലീഷ്യസ്. അത് അങ്ങേയറ്റം ആസ്വാദ്യകരമാകുന്നു, ടേസ്റ്റുള്ളതാകുന്നു. അതെന്തിനോട് ചേരുന്നുവോ. അതിനാൽ എവിടെയെല്ലാം ഞാൻ നിൽക്കുന്നുവോ അവിടെയെല്ലാം ഞാൻ യേശുവിനെ കൊടുക്കണം. അവിടെയെല്ലാം ഞാൻ യേശുവിനെ കൊടുക്കണം. അവിടെയെല്ലാം മറ്റുള്ളവർ എന്നിലൂടെ യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? അതിനാൽ ഒരൊറ്റ കാര്യം, ഞാൻ യേശുവിനെ കൊടുക്കുന്ന, നിങ്ങൾ ഉപ്പാണെന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടാൽ കാര്യമില്ല. അപ്പോൾ ഉപ്പിൻ്റെ സത്ത ആയിരിക്കുന്നത് അതിൻ്റെ ഉപ്പെന്ന ലവണം, അതിൻ്റെ ഉപ്പെന്ന ലവണത്തിലാണ്. അതിനാൽ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലവണം, സത്ത എന്നത് ക്രിസ്തുവിനെ കൊടുക്കുക, ക്രിസ്തുവിലായിരിക്കുക എന്നതാണ്. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുവേ, യേശുവിനെ കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണേ. ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ യേശുവിനെ കൊടുക്കുവാൻ. യേശുവിനെ കൊടുക്കുന്നിടത്തെല്ലാം അത്ഭുതം സംഭവിക്കും. യേശുവിനെ ഞാൻ കൊടുക്കണം. വേദനിക്കുന്ന ഇടങ്ങളിൽ ഞാൻ യേശുവിനെ കൊടുക്കുന്നൊരു വ്യക്തിയാണോ? യേശുവേ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായിട്ടും നമ്മുടേതായതെല്ലാം മാറി യേശുവിൻ്റെതെല്ലാം നമ്മുടെ ഉള്ളിൽ വരുവാൻ, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ചിന്ത നമ്മളിൽ വരുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
യേശുവിനെ പോലെന്തും ജീവിക്കാം, യേശുവിനെ പോലെന്നും വളർന്നിടാൻ, യേശുവിനെ എന്നെന്നും പകർന്നിടാൻ അഭിഷേകമേകണമേ. യേശുവിനെ പോലെന്നും ജീവിക്കാൻ, യേശുവിനെ പോലെന്നും വളർന്നിടാൻ, യേശുവിനെ എന്നെന്നും പകർന്നിടാൻ അഭിഷേകമേകണമേ. അഭിഷേകമേകണമേ. നമ്മൾ ധ്യാനിച്ചു, ഉപ്പിന് സുഖപ്പെടുത്താനുള്ള ഗുണമുണ്ട്, കഴിവുണ്ട്. ഇറ്റ് ഹാസ് എ മെഡിസിനൽ എഫക്റ്റ്. നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷ മുഴുവനും ഏറ്റവും നല്ല ഭാഗവും അത് സൗഖ്യത്തിൻ്റെതായിരുന്നു. യേശു പറഞ്ഞു, എന്നേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട ഒരു സ്ത്രീ പോലും സൗഖ്യപ്പെടുന്നെങ്കിൽ പത്രോസിൻ്റെ നിഴൽ വീഴുന്നടുത്ത് സൗഖ്യമിറങ്ങുന്നുണ്ട്. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടേണ്ടി വന്നു രക്തസ്രാവക്കാരിക്ക് സുഖപ്പെടാൻ. എന്നാൽ പിന്നീട് പത്രോസിൻ്റെ നിഴലുകൾ പോലും സൗഖ്യത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നു. നമ്മൾ സുഖപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മളിന്ന് മുറിവേൽപ്പിക്കുക. ഞാൻ സൗഖ്യപ്പെടുത്തുന്ന, എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സാന്നിധ്യത്തിലൂടെ, എൻ്റെ സ്നേഹത്തിലൂടെ ഞാൻ മുറിവുണക്കുന്ന വ്യക്തിയാണോ? ഇതാ, ആരും പറയാതെ ഈശോ എത്രയോ പേരെയാ സുഖപ്പെടുത്തുന്നത്. ഒരു കൂനിപ്പോയ ഒരു സ്ത്രീ, ആ സ്ത്രീ അവൾ കൂനിയായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. പക്ഷെ യേശു അവളെ കണ്ട് അവളെ സുഖപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ കൂനുള്ള സ്ത്രീ മറ്റുള്ളവരോടൊപ്പം നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. കൈ ശോഷിച്ചവൻ, അവൻ ശ്രദ്ധിക്കപ്പെടില്ല. പക്ഷെ യേശു ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വേദന, മുറിവ് കാണുന്നവനാണ്. ആ കാണുന്ന കണ്ണുകൾ, അത് തിരിച്ചറിഞ്ഞ്, ആ വേദന തിരിച്ചറിയുന്ന കണ്ണുകൾ, അത് യേശുവിൻ്റേതാണ്. അപ്പോൾ ഞാൻ സൗഖ്യപ്പെടുന്നു. അതുകൊണ്ട് വചനം പറയുന്നത് 1 പത്രോസ് 2:24 നമ്മൾ ധ്യാനിച്ചു. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ബൈ ഹിസ് വൂൺസ് യു ആർ ഹീൽഡ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ സുഖപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ വാക്ക് മറ്റൊരാളെ സുഖപ്പെടുത്തുന്നതാണോ, അതോ മുറിവേൽപ്പിക്കുന്നതാണോ? എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ വാക്ക് മറ്റൊരാളെ സുഖപ്പെടുത്തുന്നതാണോ, മുറിവേൽപ്പിക്കുന്നതാണോ? ഞാനൊരു വൈദികനാണെങ്കിൽ, ഞാനൊരു സമർപ്പിതയാണെങ്കിൽ, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഞാനൊരു അധികാരിയാണെങ്കിൽ, എൻ്റെ വാക്ക് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നതാണോ, സുഖപ്പെടുത്തുന്നതാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്ക്, നമ്മുടെ സാന്നിധ്യം സൗഖ്യപ്പെടുത്തുന്നതായിട്ട് മാറണം. പത്രോസിൻ്റെ നിഴൽ പോലും സൗഖ്യത്തിൻ്റെ കാരണമായി. ഞാൻ സൗഖ്യത്തിൻ്റെ വഴിയായിട്ട് മാറണം. ഞാനായിരിക്കുന്നിടങ്ങളിൽ സൗഖ്യത്തിൻ്റെ വഴി എന്നിലൂടെ ദൈവം നൽകണം. അതിനാൽ ഈ നിമിഷം ഈശോയെ, ഞാൻ സൗഖ്യത്തിൻ്റെ വഴിയാകണമെങ്കിൽ ഞാൻ യേശുവിലേക്ക് വളരണം. അതിനാൽ ഞാൻ സൗഖ്യമുള്ളവനാകണം. സൗഖ്യമുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റൂ. ഉള്ളിൽ സൗഖ്യം കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റൂ. ഉള്ളിൽ സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റൂ. ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവിൻ്റെ സൗഖ്യം എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകരിലേക്ക് എത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം, ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ മക്കളിൽ. കൃപയേകണമേ, കൃപയേകണമേ
ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ചു, അത് പ്യൂരിഫൈ, വിശുദ്ധീകരിക്കും. ഉപ്പ് വിശുദ്ധീകരിക്കുന്നൊരു പദാർത്ഥമാണ്. പ്യൂരിഫൈ, ക്ലീൻ ചെയ്യുക എന്ന, ഇറ്റ് വിൽ ക്ലെൻസ്, അത് ക്ലീൻ ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. നമ്മൾ ഓർക്കുക, ഈശോ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നൊരു വചനം ശ്രദ്ധിക്കുക: പിതാവേ, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി എന്നെ ശുദ്ധീകരിക്കുക. നമുക്കറിയാം, കൗദാശിക ജീവിതത്തിൻ്റെ കൂദാശകളുടെ ലക്ഷ്യങ്ങളിലൊന്ന് വിശുദ്ധീകരിക്കുക എന്നതാണ്. ഇന്നും വിശുദ്ധീകരിക്കുന്നതാണ് കൂദാശ. പാപമോചനത്തിലൂടെ, കുമ്പസാരത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ വന്ന കുറവുകളും രോഗങ്ങളും മാറ്റി നിത്യതയിലേക്ക് ഒരാളെ നയിക്കുമ്പോൾ രോഗിലേപനം ഒരാളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. കൗദാശിക ജീവിതം ഒരാളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൗദാശിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനൊരു ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ, പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിൽ, ഞാൻ ഒരു മാമോസ് സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, എനിക്കൊരു റെസ്പോൺസിബിലിറ്റി, എന്നിലൂടെ വിശുദ്ധീകരണം നടക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പരിത്യാഗ പ്രവർത്തനം എടുക്കുന്നു. ഞാൻ എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി പരിത്യാഗ പ്രവർത്തനം എടുക്കുന്നു, ഉപവാസം എടുക്കുന്നു. ഞാൻ വഴി വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? ഞാൻ വഴി എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യ ജീവിതം, ഞാൻ ആയിരിക്കുന്ന സമൂഹം, സഭ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? യേശുവേ, വിശുദ്ധീകരിക്കാനുള്ള കൃപ എനിക്ക് നൽകണേ. പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കുന്ന കൃപ എനിക്ക് നൽകണമേ. ഞാൻ ആയിരിക്കുന്നിടങ്ങളെ വിശുദ്ധീകരിക്കുവാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും പരിത്യാഗ പ്രവൃത്തികളും ചെറിയ ചെറിയ പരിത്യാഗങ്ങളും എടുത്തുകൊണ്ട് യേശുവേ, ഞാനായിരിക്കുന്ന കുടുംബത്തെ, ദാമ്പത്യ ജീവിതത്തെ, സഭയെ, സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ എന്നെ പഠിപ്പിക്കണേ. പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ ധ്യാനിച്ചു, അതിന് മറ്റൊരു മെറിറ്റ്, അതിൻ്റെ മറ്റൊരു ക്വാളിറ്റി, ഗുണം എന്ന് പറയുന്നത് അത് ഒരു സംരക്ഷിക്കുന്ന പദാർത്ഥമാണ്. അത് കേടുകൂടാതെ സംരക്ഷിക്കുന്നു. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഇതാ പിടക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കരങ്ങൾ ദൈവം ഏൽപ്പിച്ചവരെ ഞാൻ സംരക്ഷിക്കുന്നുണ്ടോ? ദൈവ സ്വഭാവം ഇതാണ്. ദൈവ സ്വഭാവം സംരക്ഷിക്കുക എന്നത് ദൈവ സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ ഒരു എഫർട്ട് എടുക്കുമ്പോൾ അത് ദൈവ സ്വഭാവമാണ്. അതിനാൽ ഈ ദൈവ സ്വഭാവത്തിലേക്ക് എന്നെ വളർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ പൂർണ്ണമായിട്ടും ഈശോയുടെ സന്നിധിയിൽ ഉയർത്താം. ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാകണം. ഞാൻ യേശുവിനെ പോലെ ആകണം. എൻ്റെ പ്രവൃത്തി യേശുവിന് കാണാൻ കണ്ണുകളില്ല. എൻ്റെ കണ്ണിലൂടെ യേശുവിനെ പ്രവർത്തിക്കാൻ കൈകളില്ല. എൻ്റെ കൈകളിലൂടെ യേശുവിന് നടക്കാൻ കാലുകളില്ല. എൻ്റെ കാല്, ഇതെല്ലാം യേശുവിന് കൊടുക്കുക. എന്നിലൂടെ മറ്റുള്ളവർ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഇടവരട്ടെ. ഈശോയെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ മനസ്സ്, ഇതെല്ലാം യേശുവിനെ കൊടുക്കുന്ന ഇൻസ്ട്രുമെൻ്റായി, ഉപകരണമായിട്ട് മാറട്ടെ. ഞങ്ങൾ പൂർണ്ണമായിട്ടും യേശുവിനെ നൽകുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. അതുവഴി ദൈവമഹത്വം യേശുവേ ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ മക്കളിൽ. കൃപയേകണമേ, കൃപയേകണമേ, കൃപയേകണമേ മക്കളിൽ. ഒരിക്കൽ കൂടി ആ വചനത്തിൻ്റെ അഭിഷേകം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വചനത്താൽ നമ്മൾ അഭിഷേകം പ്രാപിക്കട്ടെ. നമുക്ക് ഈശോയെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. എല്ലാ രോഗികളെയും യേശുവെ സമർപ്പിക്കുന്നു. കിടപ്പ് രോഗികളെ സമർപ്പിക്കുന്നു.
ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു, ലിവർ ഡിസീസുമായി ബന്ധപ്പെട്ട രോഗികളെ സമർപ്പിക്കുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ കണ്ണീരോടെ ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ പകരുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം മത്തായി 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.